ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ മനസ്സിലുള്ള ആ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഏത് സാഹചര്യത്തിൽ കൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോ അല്ലെങ്കിൽ മാനസികമായിട്ട് അകൽച്ചയിലോ ഒരു ബ്രേക്കപ്പിന്റെ വക്കിലോ അങ്ങനെയായി നിൽക്കുന്നവർക്കോ ആയിരിക്കും ഇത് കൂടുതലായിട്ട് റെസണേറ്റ് ചെയ്യുന്നത്. കാരണം അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ഉള്ളപ്പോൾ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തത്. അല്ലാത്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്ന അവസ്ഥ തീർച്ചയായിട്ടും അറിയാൻ സാധിക്കുമല്ലോ. ഇവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് എടുക്കുക. അല്ലാതെ തീരുമാനങ്ങൾ ഒരിക്കലും ജനറൽ റീഡിംഗ് കേട്ട് മാത്രം എടുക്കരുത്. അതിന് പേഴ്സണൽ റീഡിംഗ് ആണ് വേണ്ടത്. കാരണം ജനറൽ റീഡിങ്ങിൽ ഒരുപാട് വ്യക്തികളുടെ എനർജിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കുള്ളതാണെങ്കിൽ മറ്റു കാര്യങ്ങൾ വേറെ ആർക്കെങ്കിലും ഉള്ളതായിരിക്കും. പ്രധാന തീരുമാനങ്ങളാണെങ്കിൽ എപ്പോഴും ഒരു പേഴ്സണൽ ഗൈഡൻസ് അല്ലെങ്കിൽ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ഒരു സമയത്ത് എടുത്ത ചില തീരുമാനങ്ങൾ തെറ്റായി പോയി എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. അതുപോലെ ആ ഒരു തെറ്റായി പോയ തീരുമാനങ്ങളുടെ ഫലം അവരിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ മറ്റാരുടെയും മുൻപിൽ അത് കാണിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി എന്നുള്ളത് മറ്റാരും അറിയുന്നതിനോട് അവർക്ക് താല്പര്യം കാണിക്കുന്നില്ല. അവർ സന്തോഷത്തോടെയാണ് ഉള്ളത് എന്ന് കാണിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. മറ്റാരും അവരുടെ വേറൊരു വശം കാണാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരുടെ മുൻപിൽ അവർ വളരെ സന്തോഷവാന്മാരാണ് എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരെടുത്ത ആ ഒരു തീരുമാനങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാകാം. എന്നാൽ പിന്നീട് അവർക്ക് തെറ്റുപറ്റി എന്നുള്ള ബോധ്യം ഉണ്ടായത്. എന്നാൽ നിങ്ങളിൽ ചിലരുടെ കേസിൽ ആ പേഴ്സൺ സ്വയം എടുത്ത തീരുമാനം ആണെന്ന് കാണുന്നു. ഒരുപക്ഷെ നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഇപ്പുറത്ത് ഉണ്ടെന്ന് തോന്നി എടുത്തതായി കാണുന്നു. എനിക്ക് കൂടുതൽ നല്ലത് അവിടെയാണെന്ന് കരുതിയെടുത്തതാകാം. പക്ഷേ ഇവിടെ കൂടുതലായി കാണുന്ന എനർജി തേർഡ് പാർട്ടിയുടെ സമ്മർദ്ദം കാരണം തീരുമാനം എടുക്കേണ്ടി വന്നതായാണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുൻപിൽ നല്ല മാന്യതയുള്ള ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ഇയാളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം മറ്റുള്ളവരോട് നിങ്ങൾ പറഞ്ഞാൽ പോലും ആരും നിങ്ങളെ വിശ്വസിക്കണമെന്നില്ല. അവരെ പൂർണ്ണമായും ഒരുപക്ഷെ മനസ്സിലാക്കിയത് നിങ്ങൾ മാത്രമായിരിക്കും. സമൂഹത്തിൽ നല്ല നിലയും വിലയും ഒക്കെയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതായത് മറ്റുള്ളവർ ബഹുമാനിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം മറ്റുള്ളവരുടെ മുൻപിൽ അയാൾക്ക് ഉണ്ടായിരിക്കാം. എന്തൊക്കെയോ രീതിയിൽ കുറച്ച് ആളുകൾ അറിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നു. എങ്ങനെയും അവർ വിചാരിച്ച ആ ഒരു കാര്യത്തിൽ എത്തണം, 4 പേരെ കാണിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ ഒരു വ്യക്തി എടുത്ത ആ ഒരു തീരുമാനം പാളിപ്പോയി എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം അവരിപ്പോൾ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷെ അത് ആരുടെ മുൻപിലും സമ്മതിച്ചു കൊടുക്കാനും അവർ അത് ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അവരുടെ ഈഗോ കൊണ്ടാകാം. അതുപോലെ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളിപ്പോൾ സെപ്പറേഷനിൽ ആണെങ്കിലും അല്ല, കൂടെ ഉണ്ടായിട്ടും മാനസികമായിട്ട് അടുപ്പമില്ല എങ്കിൽ ഒരു കാര്യം കാണുന്നത് നിങ്ങൾ തമ്മിൽ ഇതുവരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സ്റ്റബേൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തെറ്റുകൾ സമ്മതിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് കീഴടങ്ങി തരാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെയും ഉണ്ടാവാത്തതും. ചിലപ്പോൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഒരുപക്ഷെ അറിയുന്നുണ്ടെങ്കിൽ
അത് സോഷ്യൽ മീഡിയ വഴി ആ ഒരു വഴിയാകാം. പക്ഷേ അത് മറ്റുള്ളവരുടെ മുൻപിൽ അവർ ഹാപ്പി ആണെന്ന് കാണിക്കുന്നതിനുള്ള അവരുടെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു രീതിയാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ അവർ സന്തോഷവാന്മാരല്ല. അത് അവരുടെ റിയാലിറ്റി അല്ല. കാരണം ഈ വ്യക്തി ഒരുപാട് ഇപ്പോൾ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ ആരുടെ കൂടെയാണെങ്കിലും അവരിപ്പോൾ ഹാപ്പി അല്ല. ഹാപ്പി എന്നതിലുപരി അവർ സമാധാനത്തോടെ അല്ല എന്നുള്ളതാണ്. അവർക്ക് വലിയ കുറ്റബോധം ഉള്ളിലുണ്ട്. നിങ്ങളുടെ കെയർ അല്ലെങ്കിൽ സ്നേഹം എല്ലാം അവർക്ക് മനസ്സിലായി. എന്നാൽ അത് അവർ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അവരെ കൂടുതൽ ഡൗൺ ആക്കിയേക്കും എന്ന് അവർ ഭയക്കുന്നുണ്ട്. അവരുടെ ഡിസിഷൻ തെറ്റായി പോയി എന്നുള്ളത് മറ്റുള്ളവർ അറിയുന്നത് ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമല്ല. പക്ഷെ മാനസികമായിട്ട് അവർ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ലോങ് ഡിസ്റ്റൻസ് ആകാൻ ആണ് കൂടുതലായിട്ട് സാധ്യത. അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ അത്രയധികം അകന്നു പോയി കാണണം. അതായത് അത്രത്തോളം ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ മനസ്സുകളിൽ വന്നിട്ടുണ്ടാകണം. അതുപോലെ തന്നെ ഇവരിപ്പോൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ലായ്മയാണ്. ഇവർക്കിപ്പോൾ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് മറ്റാരുടെയോ നിയന്ത്രണത്തിലാണ് ഇവർ പൂർണ്ണമായും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് മുൻപ് പറഞ്ഞതുപോലെ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുൻപിൽ ഒക്കെ നല്ല ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു പൊസിഷനിലുള്ള വ്യക്തി ആയിരുന്നു അല്ലെങ്കിൽ ആണ്. പക്ഷെ ഈ ഫ്രീഡം ഇല്ലായ്മ അവരെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇവരെന്ത് ചെയ്യണമെങ്കിലും മറ്റൊരാളുടെ അഭിപ്രായം അല്ലെങ്കിൽ അവരുടെ അനുവാദം എല്ലാം ഇവർക്ക് ആവശ്യമാണ്. ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ നടപ്പിലാക്കാനോ അവർക്ക് ഇപ്പോൾ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാവും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഈ ഒരു കുറ്റബോധം ഉണ്ടാവുന്നതും നിങ്ങൾ ക്ഷമിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നതും. ഒരുപക്ഷെ അവർ വിചാരിക്കുന്നത് അവർക്ക് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഉയർച്ചയ്ക്ക് അവർ മാത്രം മതി എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. ആരുടെയും സപ്പോർട്ട് വേണ്ട എന്നുള്ള ഒരു സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നിരിക്കണം. അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ജീവിച്ചിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളോടും അങ്ങനെയുള്ള ഈഗോയൊക്കെ വെച്ചിട്ട് പെരുമാറിയിട്ടുണ്ടാകണം. പക്ഷേ അവർ ഇപ്പോൾ പഠിക്കുന്ന ലെസൺ അല്ലെങ്കിൽ പാഠം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമില്ലായ്മയുടെ വിലയാണ്. എന്തൊക്കെ ഉണ്ടായിട്ടും മറ്റൊരാളെ ഭയന്ന് ജീവിക്കുമ്പോൾ ഒരു മനുഷ്യന് അനുഭവിക്കാവുന്നതിൽ കൂടുതൽ വലിയ വേദനയാണ് എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കുവാണ്. മറ്റുള്ളവരെ പേടിച്ച് കഴിയുന്നത് വളരെയധികം വേദനയാണെന്ന് അവർ മനസ്സിലാക്കുന്നു. നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നത് അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ഒക്കെ നിഷേധിച്ചുകൊണ്ട് വേറൊരാൾ പറയുന്നത് കേട്ട് മാത്രം ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലായ്മ അവരിപ്പോൾ വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. മനസ്സുകൊണ്ട് ഇഷ്ടം ഇല്ലെങ്കിൽ പോലും അത് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ഉള്ളത്. അവർ പഠിക്കുന്ന ആ ഒരു ലെസൺ എന്ന് പറയുന്നത് എന്തിനേക്കാൾ വില ഈ ഒരു സ്വാതന്ത്ര്യത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർക്ക് നിങ്ങൾ എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതും നിങ്ങൾ മാപ്പ് തരുമോ എന്നുള്ള തോന്നലുകൾ അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നതും. ഈ സ്വാതന്ത്ര്യമില്ലായ്മ കൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ സമാധാനവുമില്ല. പക്ഷെ മറ്റ് മേഖലകൾ അവരെ നോക്കുകയാണെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ അവർ മികച്ച നിലയിൽ തന്നെയാണ് പോകുന്നത്. സാമ്പത്തികമായിട്ട് മുന്നേറാനായിട്ടൊക്കെ ഇവർക്ക് കഴിയുന്നുണ്ട്. ഇവരുടെ മനസ്സിൽ പല പദ്ധതികളും പല ഐഡിയാസും ഒക്കെ വരുന്നുണ്ട്. ആ ഒരു രീതിയിലൊക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു വ്യക്തി ഓക്കെ ആണ്. പക്ഷെ ഇവരുടെ പ്രശ്നം അല്ലെങ്കിൽ ഇവർ അനുഭവിക്കുന്നത് ഈ ഒരു സ്വാതന്ത്ര്യമില്ലായ്മയാണ്. അല്ലെങ്കിൽ അമിതമായിട്ട് മറ്റു വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ ഇടപെടലാണ് ഇവരുടെ സമാധാനത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്നത്.
ബാക്കി എല്ലാ കാര്യങ്ങളിലും ഇവർ ഓക്കെ ആയി പോകുന്നു എന്ന് നമുക്ക് പറയാം. ഇവിടെയുള്ള മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് വളരെയധികം പിടിവാശിയുള്ള, അല്ലെങ്കിൽ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ എൻ്റെ കൺട്രോളിൽ വേണം, ഞാൻ വിചാരിക്കുന്നത് നടക്കണം എന്നുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ ആണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ ഒരു പേഴ്സൺ ഊരിപ്പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കുടുങ്ങിക്കിടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇവർക്ക് അവിടെ പല ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഈ ഒരു തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ തന്നെയാണ് ഉള്ളത്. അവർ പറയുന്നത് അനുസരിച്ച് തന്നെ പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു വ്യക്തിക്കുള്ളത്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ കൊണ്ട് അവരെ എതിർക്കാനോ ഒന്നും ഇയാൾക്ക് സാധിക്കുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഭയമാകാം, അവരിൽ നിന്നും വിട്ടുപോരാൻ സാധിക്കുന്നില്ല എന്ന് പറയാം. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തിനും ഏതിനും മറ്റുള്ളവരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, സ്വന്തം ഇഷ്ടത്തിനൊത്ത് ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലൂടെയാണ് ഈ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളെ പലപ്പോഴും ഓർക്കുന്നതും അവരുടെ തെറ്റായ തീരുമാനത്തെ ഓർത്ത് അവർക്കൊരു റിഗ്രറ്റ് ഒക്കെ ഉണ്ടാകുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമയം കഴിഞ്ഞുപോയി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് ഈ ഒരു വ്യക്തി വിഷമിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടായിരുന്ന സമയങ്ങളിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ വ്യക്തി നിങ്ങളോട് വഴക്കുണ്ടാക്കിയിരിക്കണം. നിങ്ങൾ അവരോട് എന്തെങ്കിലും പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടുമായിരുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവരെ ഭരിക്കാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നല് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകണം. അതുപോലെയുള്ള ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരുന്നിരിക്കണം. പല വഴക്കും ഇത് കാരണം നിങ്ങളുമായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ഈ വ്യക്തിയാണ് ഇപ്പോൾ മറ്റൊരാളിൻ്റെ കൺട്രോളിൽ ജീവിക്കുന്നത്. അങ്ങനെ ഒരു കമ്പാരിസൺ അവരുടെ മനസ്സിൽ വരുമ്പോഴാണ് അവർ നഷ്ടപ്പെടുത്തിയതിൻ്റെ വില അവർ മനസ്സിലാക്കുന്നത്. ആ ഒരു രീതിയിലാണ് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവർ നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്നൊന്നും വരാൻ പോകുന്നില്ല. എന്തെങ്കിലും ചെയ്താൽ അത് പിന്നെ പണിയാകുമോ, അതുപോലെ ഇനി അത് ശരിയാവില്ല എന്ന് വിചാരിച്ച് വരുന്നത് പോലെ വരട്ടെ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകാം എന്നുള്ള ഈഗോ വിട്ട് കളയാനായിട്ട് ഒരു താല്പര്യം കാണിക്കാത്ത ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു മാറ്റം വരും, ഒരു പ്രതീക്ഷ കാണുന്നു. എന്നാൽ അത് പെട്ടെന്നായിരിക്കില്ല. ഒരുപക്ഷെ മുൻപ് പറഞ്ഞതുപോലെ അവരുടെ സ്വഭാവമായിരിക്കാം ഇത്. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ബന്ധനത്തിൽ നിന്നും അവർക്ക് ഇറങ്ങിയാൽ മാത്രമായിരിക്കും ഈ ഒരു കാര്യം സംഭവിക്കുക. എന്നാൽ അതിൻ്റെതായ ഒരു സമയമെടുക്കും. ഇനിയും കുറച്ചും കൂടി കാര്യങ്ങൾ അവർ അറിയാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ശേഷമേ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയുള്ളൂ. അതിന് ഒരു സമയം ഉണ്ട്. ചില കാര്യങ്ങൾക്ക് സമയം ആവശ്യമാണ്, സമയം കൊടുക്കേണ്ടതുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നാളുകളായിട്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാകാം. എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ അതെല്ലാം വിട്ടു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കുന്നു, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ അവർ വരും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു റീയൂണിയൻ സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ സത്യമായിരുന്നു. ആ ഒരു ഡിവൈൻ നിങ്ങളെ ചേർത്ത് വെക്കും എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മറ്റൊരു കാര്യം, അവർക്ക് ഒരു ബ്ലെസ്സിങ്സ്, അവരുടെ ആ ഒരു സ്പിരിറ്റ് ഗൈഡ്സിന്റെ ബ്ലെസ്സിങ്സ് അവർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത്. എന്താണെങ്കിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. എന്നാൽ പെട്ടെന്നായിരിക്കില്ല നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റീയൂണിയൻ സംഭവിക്കുന്നത്. എന്നാൽ അത് സംഭവിക്കും. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് തീർത്തും താൽക്കാലികം മാത്രമാണ്. ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും പോരാനുള്ള ഒരു പവർ അവർക്ക് ലഭിക്കും. എന്ത് കാര്യത്തിലാണോ അവർ തേർഡ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ ആ ഒരു ബന്ധനത്തിലായിരിക്കുന്നത്, അത് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തിക്ക് വരാനായിട്ട് കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. എന്ത് തന്നെ ആയാലും നിങ്ങൾ ഇതോർത്ത് വിഷമിച്ച് ഡൗൺ ആയിട്ടിരിക്കാതെ ആ ഒരു ഡിവൈൻ ടൈമിങ്ങിൽ വിശ്വസിച്ച്
പൂർണ്ണമായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. ബാക്കിയുള്ളത് യൂണിവേഴ്സിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത് വിശ്വസിച്ച് മുന്നോട്ട് പോവുക. സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.